ഫർണിച്ചർ വ്യാപാര രംഗത്തെ നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ സബാൻ ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫ്ലാഷ് ആൻഡ് ബണ്ടിൽ സെയിൽ. മെയ് 25 മുതൽ ജൂൺ 30 വരെ നിങ്ങൾക്ക് നേടാം സെലക്ടഡ് ഐറ്റംസിൽ 70% വരെ ഡിസ്കൗണ്ട്. 1 BHK 2 BHK വീടുകൾക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും 74,999 രൂപ മുതൽ ആരംഭിക്കുന്ന ബണ്ടിൽ സെയിൽ പ്ലാനിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതൊന്നും കൂടാതെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഫർണിച്ചറുകൾ വീട്ടിലെത്തിക്കാനുള്ള മറ്റനേകം കോംബോ പാക്കേജുകൾ സബാൻ നിങ്ങൾക്കായി ഒരുക്കി. മറക്കണ്ട, ഈ ഓഫർ ജൂൺ 30 വരെ മാത്രം. സബാൻ ഫർണിച്ചർ നൽകുന്ന മൂല്യത്തിന് കാതലുള്ള ഉറപ്പ്. കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് വീട് നിർമ്മാണത്തിന് എയർപോർട്ട് അതോറിറ്റിയുടെ NOC നിർബന്ധമാക്കിയതിൽ റവന്യൂ മന്ത്രി കെ രാജൻ റിപ്പോർട്ട് തേടി. തിരുവനന്തപുരത്ത് ആരംഭിച്ച 4ാമത് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ TV ഇബ്രാഹിം MLA നൽകിയ പരാതിയിലാണ് മലപ്പുറം ജില്ലാ കലക്ടറോട് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഇവിടെ വീടെടുക്കുന്നതിന് അനുമതി നൽകാൻ എയർപോർട്ട് അതോറിറ്റിയുടെ NOC വേണമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നതിനാൽ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലാണ്. എയർപോർട്ട് അതോറിറ്റി NOC നൽകാത്തത് ഒട്ടേറെ കുടുംബങ്ങളെ പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. 2047 റൺവേ വികസനം ആവശ്യം കണക്കിലെടുത്ത് പുതിയ പ്രപ്പോസൽ എയർപോർട്ട് അതോറിറ്റി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ പുതിയ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ NOC നിർബന്ധിക്കേണ്ടതില്ലെന്ന MLAയുടെ ആവശ്യത്തെ തുടർന്നാണ് മന്ത്രി റിപ്പോർട്ട് തേടിയത്. കൂടാതെ എയർപോർട്ട് ക്രോസ് റോഡ് അടച്ചതിന് പകരമുള്ള റോഡിനും ഏറ്റെടുത്തു നൽകിയ സ്ഥലം എയർപോർട്ട് അതോറിറ്റി മതിൽ കെട്ടുമ്പോൾ വഴി നഷ്ടപ്പെടുന്നവർക്ക് പുതിയ വഴി നൽകുന്നതിനും വേണ്ടി പുതുതായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമായിട്ടുണ്ടെന്നും മന്ത്രി യോഗത്തെ അറിയിച്ചു. ഓരോ ജില്ലയിലെയും MLAമാരെ പ്രത്യേകമായി വിളിച്ചു ചേർത്ത് അവിടുത്തെ റവന്യൂ വകുപ്പിലെ പ്രശ്നങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുന്നതാണ് റവന്യൂ അസംബ്ലി. റവന്യൂ മന്ത്രി കെ രാജൻ, സ്പോർട്സ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ, ജില്ലയിലെ MLAമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എയർ 1 ന്യൂസ്, കരിപ്പൂർ. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.